ധാത്രിയുടെ മഹാ കൈകൊട്ടിക്കളി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആവാൻ പോവുകയാണ്. എന്താണ് ജയശ്രീ ചേച്ചിയുടെ അതിനെന്താണ് ജയശ്രീ ചേച്ചിക്ക് പറയാനുള്ളത്? വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 400 പേര് കൂടി കളിച്ചു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഞങ്ങൾക്ക് എൻട്രി കിട്ടി. ഇത്തവണ ഗിന്നസ് കുട്ടിക്കാലം തൊട്ട് ഗിന്നസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അതിലേക്ക് നമ്മുടെ പേര് പോവുക, മുംബൈ പൂരത്തിൻ്റെ പേര് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ദിക്കിൽ റെക്കോർഡാവുക വെച്ചാൽ വലിയൊരു കാര്യമാണ്. തീർച്ചയായും ഞങ്ങളത് സക്സസ്ഫുള്ളായിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും പല ദിക്കിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളും വളരെയധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരാനും ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം അതിന് ഓർഗനൈസ് ചെയ്യാനൊക്കെ പൊതുവെ ഒരു ഫാമിലി സപ്പോർട്ടാണ് മെയിൻലി വേണ്ടതല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പിന്നിലൊരു പിന്തുണ? എങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട്? എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് ഇതിനൊന്നും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പ്രവർത്തിക്കാനോ ഇതിനു വേണ്ടി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനും അവരെ ഒരുമിച്ച് കൊണ്ടുവരാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫാമിലിയിലത്തെ ഓരോ മെമ്പറും, അമ്മയും അച്ഛനും ഇൻലോസും ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളെ എല്ലാ ലീഡേഴ്സും ആ കാര്യത്തിൽ വളരെ ലക്കിയാണ്. ഇപ്പോൾ എത്രയുണ്ട് ഇന്നോൾ മെമ്പേഴ്സ്? എത്രയുണ്ട് ഇപ്പോൾ? 2500 ക്രോസ് ചെയ്തിട്ടുണ്ട്. എൻട്രീസ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ മിസ്സായി പോയ അങ്ങനെ കുറച്ച് എൻട്രീസ് മാത്രം ചിലപ്പോൾ ലാപ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് 2500 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് തോന്നുന്നു ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത്? എല്ലാവർക്കും അതൊരു ലക്കാണെന്ന്, എല്ലാവർക്കും അതൊരു ഭാഗ്യമാണെന്ന് എനിക്കറിയാം. എന്നാലും എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ച് ഇങ്ങനെ ഒരു മഹാ കൈകൊട്ടിക്കളി നമ്മളൊക്കെ മുംബൈ പൂരം ഒരുക്കി തന്നു. വളരെയധികം സന്തോഷം. ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കൈകൊട്ടിക്കളിയിൽ എത്ര അമ്മമാർ പങ്കെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒരു പെൺമക്കളുണ്ടെങ്കിൽ ഒരാളും കൂടി ആഡ് ആവുകയാണ്. അമ്മയും മകളും ഒരുമിച്ച്, ഒരു മകളുടെ മകളും 3-4 തലമുറകളുടെ പേരക്കുട്ടിയും അടക്കം 3 തലമുറ പങ്കെടുക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് ചില പാർട്ടിസിപ്പൻസ് ഉണ്ട്. 3 തലമുറകൾ ഒരുമിച്ച് തീർച്ചയായും എന്തായാലും ഈ ഒരു മഹാസംഭവം ശരിക്കും ഒരു മഹാസംഭവമായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മനസ്സിൽ വലിയ ക്രൗഡും ഈ ഒരു എന്താ പറയുക ഒരു എൻകറേജ്മെന്റ് ഒക്കെ കാണുമ്പോൾ? വലിയ സന്തോഷമുണ്ട്. ബോംബെയിലല്ല കേരളത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. കുറേ വീട്ടമ്മമാർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേടുന്നു. ഗോ റോക്ക് ലേഡീസ്.